ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയായ മാമ്പഴ കേസരിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായി ഞാനൊരു 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പൾപ്പ് ഒന്ന് അടിച്ച് കൊണ്ടുവരണം, പ്യൂരിയാക്കി കൊണ്ടുവരണം. മാങ്ങയുടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാനായി സ്റ്റൗ മീതെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് നട്ട്സാണ്, മിക്സഡ് നട്ട്സാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. പിന്നീട് കുറച്ച് കിസ്മിസാണ്, അതിട്ട് കൊടുക്കാം. കിസ്മിസ് ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇവിടെ ഒരു അരക്കപ്പ് റവയാണ്. അത് ആ നെയ്യിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും, വറുത്ത റവയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ നെയ്യിൽ റവ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ വറുത്തു. നമുക്ക് ഫ്ലെയിം ചെറുതായി വെച്ച് കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ച മാംഗോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി വരണം. പിന്നീട് നമുക്കൊരു അരക്കപ്പ് പാലാണ്. ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലാണ്. അരക്കപ്പ് പാലുണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലെല്ലായിടവും എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് അരക്കപ്പ് മതിയാകും. പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇത് മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്രയും മതിയാകും. എന്നാൽ ഇതൊന്ന് കുറുകി വരട്ടെ. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു പിഞ്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിവിടെ കുറുകി വരുന്നുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിരുന്നു. അത് മുഴുവനായി ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റവ വറുക്കാനും പിന്നീട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തു. ഇതിവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏലക്ക ഇടുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഇല്ലാതെയും ഉപയോഗിക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാനായി ഒരു ഗ്ലാസ്സിൻ്റെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴ കേസരി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റിയെടുക്കാം.
ഇതിവിടെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിന് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്ത് വെച്ചെടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും എടുക്കാം. എന്നാൽ ഞങ്ങളുടെ മാമ്പഴ കേസരി ഇവിടെ റെഡിയാണ്. എന്നാൽ അത് തണിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ ഇതുപോലെ മാമ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാമ്പഴക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനും. അതിന് മുകളിൽ ഒരു അണ്ടിപ്പരിപ്പ് വെക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.